യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ സമയത്ത് അർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നത് 2 മാസം തികയും അടുത്ത ഞായറാഴ്ചയുടെ ആകുമ്പോൾ. അങ്ങനെയുള്ള ഏകദേശം 7 ഞായറാഴ്ച, 7ാമത്തെ ഞായറാഴ്ചയാണ് എൻ്റെ ഓർമ്മ ശരിക്കുന്നത്. ഈ 7ാമത്തെ ഞായറാഴ്ചയും നമുക്കിങ്ങനെ ഓൺലൈനായി സഭായോഗമായി കൂടി വരുവാൻ ദൈവപടിയാക്കിയ എല്ലാ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രിയപ്പെട്ട ദൂരം വരുന്ന ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൊച്ച് സതീഷ് ശ്രദ്ധിക്കുന്നു, അയവാച്ചാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഡംബരാജാൻ ശ്രദ്ധിക്കുന്നു, ബെച്ചുമോൻ ശ്രദ്ധിക്കുന്നുണ്ട്, രാഹുലുണ്ട്, അങ്ങനെ പലരും, സോണി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് പലരും ഈ ലൈവ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി കാണാൻ പോകുന്നവർക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇപ്പോൾ പല ചാനലുകളിലും വീട്ടിലെ സഭായോഗം, കുടുംബത്തിലെ സഭായോഗം എന്നുള്ള പ്രോഗ്രാമൊക്കെ പല ചാനലുകളിൽ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സഭാംഗങ്ങളിൽ പലരും ആ ഒരു പ്രോഗ്രാമിലായതുകൊണ്ടായിരിക്കാം ലൈവിൽ നമ്മുടെ സഭയിലുള്ള പലരും കുറവുണ്ട്. സാരമില്ല, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കാര്യം നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുകയും നിങ്ങൾക്ക് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ മറക്കരുത്. ആ മീറ്റിങ്ങിൽ നിങ്ങൾ കൂടെ സഹകരിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. അതിന് നിങ്ങളെ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി വായിച്ച സങ്കീർത്തനം 20ാം സങ്കീർത്തനം സഭയായി നമ്മൾ ചെയിൻ പ്രയറായി നടത്തുന്നു. ഇന്ന് 3ാമത്തെ ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ടൈമിലാണ് നമ്മൾ ഈ സഭായോഗം നടത്തുന്നത്. അവരും ആ സമയത്ത് പ്രാർത്ഥനയിലായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ പ്രാർത്ഥന അനേകർക്ക് വിടുതലാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ കുവൈറ്റിൽ നിന്ന് പ്രിയ റീനയുടെ മെസ്സേജ് വന്നു. താൻ ഇതുവരെ കോവിഡ് വാർഡിലായിരുന്നു, എന്നാൽ ഇന്ന് ആ വാർഡിൽ നിന്ന് മാറി തനിക്ക് സർജറി വാർഡിലേക്ക് ഒരു മാറ്റം ലഭിച്ചുവെന്ന് അറിയാൻ ഇടയായി തീർന്നു. കർത്താവ് സഹായിക്കട്ടെ. തൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ആ വിഷയമോർത്ത് ദൈവം പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞിൻ്റെ കാലിന് അല്പമായ വേദനയാൽ താൻ ഭാരപ്പെടുന്ന നടത്തുത്താൻ കഴിയാതെ പിഞ്ചു കുഞ്ഞാണ്, ഇടയ കുഞ്ഞ്. ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഈ 2 ദിവസമായി വേറെ കോവിഡ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വീണ്ടും നാം പ്രാർത്ഥിക്കുക. എത്രയും വേഗം നമ്മുടെ ദേശം പിടിപ്പിക്കപ്പെടട്ടെ, ദൈവജനം പിടിപ്പിക്കപ്പെടട്ടെ. ഇവിടെ ആരാധന പൂർവ്വസ്ഥിതിയിലാകുവാൻ സ്വർഗത്തെ ദൈവം സഹായിപ്പാൻ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളുടെയും വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് പിറ്റേ ദിവസം അത് യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ കാണുവാൻ കഴിയും. പാസ്റ്റർ സജി മുട്ടോ എന്ന പേരിൽ യൂട്യൂബിൽ ഈ മെസ്സേജുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് നമ്മളെ സഹായിക്കും. ഇന്നലെ രാത്രി ശുശ്രൂഷിച്ച വചനഭാഗം യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം പറഞ്ഞമാറാകട്ടെ എന്ന ഭാഗമാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് ചിന്തയ്ക്കായി എന്നെ പ്രേരിപ്പിച്ച ഘടകം അതിന്റെ 5ാമത്തെ വാക്യം വായിച്ചോട്ടെ. 4ാമത്തെ വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക്, ആ ഒരു പദമായെന്ന് പകൽ ഞാൻ അല്പസമയം ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഇന്നലെ നാം ഉത്തരവുള്ള ദൈവത്തെ പറ്റി പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ഏൽപ്പിക്കുന്ന ചിന്ത ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുന്ന ഒരു നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുള്ളവരാണ്, നമുക്കൊക്കെ ഒത്തിരി അഭിലാഷങ്ങളുള്ളവരാണ്. എന്നാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങളല്ല, നമ്മുടെ അത്യാവശ്യങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആവശ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള കാണുമ്പോൾ നമുക്ക് തോന്നും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഷർട്ട്, ഒരു ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ട് നല്ലൊരു കളർ വേറെ ഇട്ട് കണ്ടാൽ അതുപോലെ കൊള്ളാമെന്ന് എനിക്കും തോന്നും. അതൊക്കെ ആഗ്രഹം. പക്ഷേ അത്യാവശ്യം എന്ന് പറയുന്നത് എനിക്കൊരു ഷർട്ട് ഇടാനില്ലെങ്കിൽ ഒരു ഷർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളിലുള്ള അത്യാവശ്യ ആഗ്രഹങ്ങൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ അത്യാവശ്യ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന നല്ല ദൈവം. വിശുദ്ധ വചനത്തിലുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ
ഒന്ന്, നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. ഏതിന്റെ? പാപത്തിന്റെ ആഗ്രഹം. ശ്രദ്ധിക്കേണ്ട പദമാണ്. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ കണ്ടേക്കാം, നമുക്ക് ഒത്തിരി താല്പര്യങ്ങൾ കണ്ടേക്കാം. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. പാപത്തിന് ആരോട് ആഗ്രഹമുണ്ട്? നമ്മോട് ആഗ്രഹമുണ്ട്. അത് നമ്മുടെ വാതിൽ ചൂടി കിടക്കുക. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിക്കാമോ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ. അപ്പൊ ശ്രദ്ധിച്ചേ, നിന്റെ വാതിക്കൽ ഒന്ന് കിടപ്പുണ്ട്, അത് നിന്റെ ആഗ്രഹമാണ്. നിന്നോട് ആഗ്രഹമുള്ള ഒരു പാപം എവിടെയുണ്ട്? വാതിൽക്കൽ. ഹൃദയത്തിലുള്ള ആഗ്രഹത്തിന്റെ വാതിലുകളെ ഇന്ന് പകൽ നാം കൊട്ടിയടക്കണം. കൊട്ടിയടച്ചിട്ട് ദൈവത്തെങ്കിലും ദൈവോന്മുഖമായ കാര്യങ്ങളിൽ നമ്മുടെ ആഗ്രഹത്തെ നാം വെക്കുന്നെങ്കിൽ ആ ആഗ്രഹത്തെ, താല്പര്യത്തെ നിവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കാൻ ആരാധിക്കുക ചെയ്തത്. നമ്മുടെ വിഷയം ഇതാണല്ലോ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. ഈ 1-2 വചനത്തിൽ കൂടെ ദൈവദാസന്മാർ ദൈവവചനത്തിലുള്ള ആഗ്രഹങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:16 വായിച്ചാട്ടെ. ഉൽപ്പത്തി 3:16 വാക്യം. സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. അടുത്തത്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അപ്പൊ ഇവിടെ ആദ്യത്തെ ആഗ്രഹം കാണുകയാണ്. അതുപോലെ സ്ത്രീക്ക് ഭർത്താവും ഭാര്യ എന്നുള്ള ബന്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ അവരൊന്നായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ വാക്കിന്റെ പിന്നിൽ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം. അതിൽ ഭർത്താവിനോടാകുമെന്ന് പറയുമ്പോൾ വേറെ പലതും ആഗ്രഹിക്കത്തക്ക ചിലത് എവിടെ വന്നു? പാപം ചെയ്ത് ദൈവം ധന്യപ്പെട്ടപ്പോൾ സ്ത്രീയുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടമായി നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഭർത്താവിനെ വിട്ടിട്ട് പോകുന്ന ഭാര്യമാർ, ഭാര്യയെ വിട്ടിട്ട് പോകുന്ന ഭർത്താക്കന്മാർ, കുഞ്ഞു കുട്ടികളെ, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിച്ചിട്ട് പോകുന്ന അമ്മമാർ, എവിടെ വരുന്നു ഇതിന്റെയൊക്കെ ചിന്ത? ഈ വാക്യം നിങ്ങൾ പ്രസക്തമാണ്. എന്താ എന്നോട് വായിച്ചാൽ ഭാര്യയുടെ ആഗ്രഹം അവരോടാവും. അപ്പൊ ഭർത്താവിനോടല്ലാത്ത ഭാര്യയുടെ ആഗ്രഹമുണ്ട്. ഒന്നുകൂടെ വാക്യം തെളിച്ച് വായിക്കാമോ? സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. ഓക്കെ, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ശരി. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. ഇതെപ്പോഴാ? ശാപഗ്രസ്തമായി കഴിഞ്ഞിട്ടാ. ഒരു ശ്രദ്ധിക്കണം. സ്ത്രീ ആഗ്രഹിച്ചു എന്താ? കായ്ഫലം തിന്മാൻ ഭംഗിയുള്ളതും കാണുവാൻ നല്ലതൊന്നും കണ്ടു. ഒരാഗ്രഹമാണ്. അപ്പൊ അതുപോലെ പലതിലേക്കും ആഗ്രഹം പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞു നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. അങ്ങനെയെങ്കിലും ഇതുപോലെ ആത്മീയത്തിൽ ഞാൻ പറയാം, നാം ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്ത് നിൽക്കുന്ന കന്യകയാകുകയാണ്. നമ്മുടെ ആഗ്രഹം നമ്മുടെ വാഴ്ത്തപ്പെട്ട ക്രിസ്തുവിനോടായിരിക്കണം. സ്തോത്രം. നമ്മുടെ അരുമമണവാളനായ ക്രിസ്തുവിനോടായിരിക്കണം നമ്മുടെ ആഗ്രഹം. അങ്ങനെ ദൈവത്തിങ്ങനെ ആഗ്രഹം വെക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം, അഥവാ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന, ദൈവം മാത്രം ആശ്രയമായിരിക്കുന്ന ആഗ്രഹമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം, അതാ ഇവിടെ പറയുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നിവർത്തിച്ചു തരുമാറാകട്ടെ. ആരുടെ ആഗ്രഹം? പങ്കരേകാഗ്രഹിതന്മാരായിരിക്കുന്ന, അഥവാ ഉൽപ്പത്തി പുസ്തകം അവോയ്ഡ് പറഞ്ഞ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആത്മമണവാളനായിരിക്കുന്ന ക്രിസ്തുവിനോട് മാത്രം ആഗ്രഹം വെക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ആഗ്രഹം നിവർത്തിച്ചു തരുന്ന ഒരു നല്ല ദൈവം. അതാ വാക്യം. സ്തോത്രം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെയും അവൻ നിനക്ക് നൽകട്ടെ. ദൈവത്തിലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവോന്മുഖമാണെങ്കിൽ, ക്രിസ്തുമുഖമാണെങ്കിൽ അതിനെ നിവർത്തിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നത്. 1 ശമൂവേൽ പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 ശമൂവേൽ 20-ാം അധ്യായം 4-ാമത്തെ വാക്യം.
അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, ആ നിന്റെ ആഗ്രഹം എന്ത്? ആ ഞാനത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള കാര്യം അവിടെ ചർച്ച ചെയ്യുന്നത്. യോനാഥാന്റെ പിതാവ് ദാവീദ്, യോനാഥാൻ ശൗല് ദാവീദിനെ കൊല്ലുവാൻ തക്കം പാർത്തിരിക്കുന്ന സമയത്ത് താൻ കടന്നു വന്ന തന്റെ സ്നേഹിതനോട് പറയുന്നു. ആ കടന്നു ചെന്നപ്പോൾ ദാവീദിനോട് യോനാഥാൻ പറഞ്ഞ പദമാണ് വായിച്ചു കേട്ടത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ത്? എന്തായാലും അപ്പൊ ഈ ക്രിസ്തുവാകുന്ന നമ്മുടെ സന്തത സഹചാരിയായിരിക്കുന്ന യേശുവിന്റെ അടുത്ത് നാം കടന്നു ചെല്ലുമ്പോൾ യേശു നമ്മളോട് പറയുന്ന കാര്യമാ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? ഇതുപോലെ എന്നേക്കൊക്കെ ദൈവജനമേ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? അത് നിനക്ക് ഞാൻ നിനക്ക് തരും. യോനാഥാനും ദാവീദ് അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യോനാഥാന്റെ ഹൃദയം ദാവീദിന്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നു. ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഏതാഗ്രഹവും, ദൈവോന്മുഖമായ ഏതാഗ്രഹവും ദൈവം നമുക്ക് സാധിപ്പിച്ചു തരും. കാരണം ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവഹിത പ്രകാരമല്ലാത്തൊരു ആഗ്രഹം അവന്റെ ഉള്ളിൽ വരത്തില്ല. അതായത് കാര്യം. നാം ആരോട് ചേർന്ന് നടക്കുന്നു, നാം ആരോട് കൂട്ടുകൂടുന്നു, ആരോട് ഇടപെടുന്നു, അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആ വ്യക്തിയുടെ മേൽ കാണും. ആ വ്യക്തിയുടെ മേൽ തീർച്ചയായും കാണും. പ്രൈസ് ദി ലോർഡ്. നാം ഏതിനെയാണോ കൂടുതൽ ആശ്രയിക്കുന്നത്, ആരുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുന്നത്, അതിന്റെ ഒരു സൈഡ് എഫക്ട്സ് നമ്മുടെ ജീവിതത്തിൽ കാണും. അതുപോലെ നാം ഏത് സ്നേഹിതന്മാരായിട്ടാണ് ചേർന്ന് കിടക്കുന്നത്, അവരുടെ ചിന്തയും അവരുടെ ചെറിയ ചായവും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം ക്രിസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന, ക്രിസ്തുവാണ് നമ്മുടെ സ്നേഹിതനായി നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ക്രിസ്തുമുഖമായിട്ടുള്ളതായിരിക്കും, ക്രിസ്തുവിഹിതമുള്ളതായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, ദാവീദിനോട് ചോദിച്ചത് നിന്റെ ആഗ്രഹം എന്താ? കാരണം ദാവീദ് നന്നായിട്ട് അറിയാം. ദാവീദ് പടനയിച്ച് ജനത്തെ രക്ഷിച്ചതാ. ദാവീദ് ദൈവനാമത്തിൽ കടന്നു ചെന്നവനാ. ഇത് യോനാഥാൻ അറിയാം. യോനാഥാൻ പറയാ, നിനക്ക് ഇതിന്റെ ആഗ്രഹം എന്തായാലും പറ, അത് നിനക്ക് സ്തോത്രം. ആ ഉറ്റ സ്നേഹിതനായ യേശു, ഉറ്റ സഖിയായ യേശു, ആ യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ദൈവോന്മുഖമായിട്ടുള്ളതായി. അടുത്തൊരു വാക്യത്തിലേക്ക് പോകാം. എസ്തേറിന്റെ പുസ്തകം എടുത്താട്ടെ, അതിന്റെ 5-ാമത്തെ അധ്യായം. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം, അതിന്റെ 8-ാമത്തെ വാക്യം. രാജാവ് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവുള്ളം ഉണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരേണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. 7-ാം അധ്യായം 2-ാം വാക്യം. 7-ാം അധ്യായം 2-ാം വാക്യം. 2-ാം ദിവസവും വീഞ്ഞു വരുന്നതിന്റെ സമയത്ത് രാജാവ് എസ്തേറിനോട്, എസ്തേർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും നിവർത്തിച്ചു തരാം. 9-ാമത്തെ വാക്യം. അപ്പോൾ രാജാവ് എസ്തേർ രാജ്ഞിയോട്, യഹൂദന്മാർ ശൂശൻ രാജധാനിയിൽ 500 പേരെയും ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നുമുടിച്ചു. രാജാവിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ എന്തു ചെയ്തിരിക്കും? ഇനിയും നിന്റെ അപേക്ഷ എന്ത്? ഇനിയും നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. അത് നിനക്ക് ലഭിക്കും. ശ്രദ്ധിച്ചേ, നമ്മൾ വായിച്ച വാക്യം 20-ാം അധ്യായം 4-ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഇപ്പൊ എസ്തേറിനോട് രാജാവ് ചോദിക്കും, നിന്റെ ആഗ്രഹം എന്താ? തന്റെ പലരെയും കൊന്നു പൊടിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇതെല്ലാം അറിഞ്ഞിട്ടും തന്റെ ആഗ്രഹം എന്താ? അതാ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രാജാവ് ചോദിക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? അതെന്തായാലും നിനക്കത് നൽകി തരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിവർത്തിക്കുന്ന ദൈവം. അപ്പൊ എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. യഹൂദാ ജനത്തിന് ഉദ്ധാരണം വേറൊരു സ്ഥലത്ത് നിന്ന് വരും. അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനോട് ഇന്ന് മകൻ പറയാനുള്ളത്, ഉപവസിച്ച പ്രാർത്ഥിച്ച രാജാവിന്റെ സന്നിധിയിൽ ചെന്ന എസ്തേറിനോട് ഒന്നാമത് പറയും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? പകുതി രാജ്യമായാലും ഞാൻ നൽകും. എന്നിട്ട് പറഞ്ഞു, കുറെ ദുഷ്ടന്മാരെ കൊന്നു മുടിച്ചു. രാജാവിന് വംശമുള്ളവരെ തന്നെ കൊന്നു മുടിച്ചത്. അപ്പോഴും ചോദിക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? ഇനിയും നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? ഇത് ചോദിക്കാൻ രാജാവിനെ പ്രേരിപ്പിച്ച ഘടകം ഞാൻ ആദ്യം പറഞ്ഞു.
രാജാക്കന്മാരുടെ മനസ്സ് ദൈവത്തിന്റെ കയ്യിൽ നീരുറവടക്കി. അപ്പൊ രാജാവിനോട് തോന്നിക്കുക എന്താ? എസ്തേറിന് ഇനിയും എന്ത് വേണേലും കൊടുക്കാൻ തോന്നിക്കാൻ. എസ്തേർ മുമ്പ് ചെയ്തെന്താ? എസ്തേറും കൂടെയുള്ളവരും സാഹചര്യവും ഒരുമിച്ച് അവർ ദൈവത്തിന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എസ്തേർ കാര്യമുണ്ട്. രാജാവ് ചെങ്കോൽ നീട്ടിയാലും നീട്ടിയില്ലെങ്കിലും ഞാൻ രാജാവിന്റെ സന്നിധാനത്തിൽ ചെല്ലും. ദൈവമൈതലേ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഈ ദിവസം പലരും ആയിരിക്കുന്നു. ഇന്ന് നിങ്ങളോടാ ഞാൻ തോന്നുന്നു പറയാം, ഉപവസിക്കുകയും പ്രാർത്ഥന ദൈവത്തിന്റെ പൈതൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിവർത്തിപ്പാൻ നിന്റെ ദൈവ ശക്തനാണ്. അതേത് വിഷയമാകട്ടെ, ഈ പ്രത്യേക കാലഘട്ടത്തിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ, വിശേഷാൽ ഈ പ്രത്യേക കോവിഡിന്റെ പ്രതികൂല സാഹചര്യത്തിൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടി തന്നാൽ നിന്നെ മാനിപ്പാൻ നിന്റെ ദൈവ ശക്തനാണ്. സ്തോത്രം. എന്റെ ദൈവ ശക്തനാണ്. ഈ ദിവസം നിന്റെ പ്രാർത്ഥന, ഈ ദിവസം നിന്റെ ഉപവാസം അത് വെറുതെ ആകത്തില്ല. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം. ഒന്നുകൂടെ കടത്തി ഞാൻ തോന്നുന്നു പറയാം, ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുമോ? ഒരുപക്ഷെ രാജ്യം വിട്ടു പോകേണ്ടി വരുമോ? പല രാജ്യങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് ഈ കോവിഡിന് പ്രതികൂലം മൂലം ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾക്ക് തിരിച്ചടിച്ചു തരുമോ? ഞങ്ങളുടെ യാത്രകൾ ഇനി നടക്കുമോ? പല രാജ്യങ്ങളിലേക്ക് പോകാനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ പക്ഷേ മുമ്പിൽ കണ്ടേക്കാം. നിങ്ങളോട് ഞാൻ തോന്നുന്നു പറയാം, നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും, നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും, രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും നിന്റെ ഉപവാസ പ്രാർത്ഥനയിലും അത് നിവർത്തിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആഗ്രഹത്തെ നല്ല ആഗ്രഹത്തെ നിവർത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതെന്ത് തന്നെയായാൽ നീ ദൈവത്തോട് പറ്റി ചേർന്നിരിക്കുന്നതാണോ? നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണോ? നിന്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ മാനിക്കുന്നതിന് എന്റെ ഭാഷയിൽ ഞാൻ പറയാം, കോവിഡ് തടസ്സമല്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും നിന്റെ വാഗ്ദത്തത്തിന് തടസ്സമല്ല. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് കുടുംബമായിട്ട് അറിയാം. ആ പറയപ്പെട്ട വ്യക്തിയെ പറ്റി വലിയ വാഗ്ദത്തങ്ങൾ ഒക്കെ ഉള്ളതാണ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴുണ്ടായ ചില പ്രതികൂലം കണ്ടപ്പോൾ ആ വാഗ്ദത്തത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു ഭയം. ഇത് വാഗ്ദത്തമുള്ള എല്ലാവർക്കുമുണ്ട്. ഉദാഹരണം പറയാം, യോസേഫിന് സ്വപ്നം കണ്ടു. യോസേഫ് സ്വപ്നം കണ്ടത് അപ്പനും അമ്മയും തന്റെ സഹോദരങ്ങൾ മുഴുവൻ തന്നെ വന്ന് നമസ്കരിക്കുന്ന കണ്ടത്. വാഗ്ദത്തമായിരുന്നു. പക്ഷെ അതിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് താൻ അനുഭവിച്ച കഷ്ടതകളൊന്നും ഓർത്ത് വാഗ്ദത്തത്തിന് നടക്കുമോ? എന്തിന്? രാജാവിന്റെ അധികാരിയുടെ ഭാര്യയെ കടന്നു പിടിച്ചെന്നുള്ള മാനഹാനി വരെ വന്ന ഒരു വ്യക്തിക്ക് ആ രാജ്യത്ത് മന്ത്രിയാകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിലായത് സംഭവമായിരിക്കും. പക്ഷെ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിഷയമായിരിക്കാം. പക്ഷെ ദൈവിക വാഗ്ദത്തമുള്ള യോസേഫിനെ മന്ത്രിപദത്തിലെത്തിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഞാൻ പറഞ്ഞത് വാഗ്ദത്തം വലുതാണെങ്കിൽ പ്രതികൂലം വലുതാണെന്നുള്ള കാര്യം മറന്നുപോകും. അപ്പം ഈ കോവിഡ് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രതികൂലമായി തോന്നാം. നമ്മുടെ ബിസിനസിന്റെ അഭിവൃദ്ധിക്ക്, നമ്മുടെ യാത്രയുടെ അഭിവൃദ്ധിക്ക്, നമ്മുടെ സഭയുടെ വളർച്ച അഭിവൃദ്ധിക്കൊക്കെ ഈ കോവിഡിനെ കുറിച്ച് തടസ്സമായി നിൽക്കാം. പക്ഷേ വാഗ്ദത്തമുള്ള സഭയ്ക്ക്, വാഗ്ദത്തമുള്ള ദൈവദാസന്, വാഗ്ദത്തമുള്ള ഒരു ശുശ്രൂഷയ്ക്ക് ഈ കോവിഡ് ഒന്നും തടസ്സമല്ല. ഈ തടസ്സങ്ങൾ അതിജീവിച്ച അവൻ പുറത്തു വരുന്നൊരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രതികൂലങ്ങളും ചെറിയ ചെറിയ വിഷയങ്ങളും നമ്മൾ ദൈവവേദനയിൽ നീ തകർന്നു പോകരുത്, നീ പതറിപ്പോകരുത്. നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം, നിന്റെ വാഗ്ദത്തത്തെ മാനിക്കുന്ന ദൈവം, നിന്നോടുള്ള ദൈവപ്രവൃത്തി നീതികളും ദൈവം ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വാഗ്ദത്തമുള്ളവനെ തടയാൻ കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവന്റെ നന്മ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥമായ ഹൃദയത്തിൽ തൊട്ട് ഞാൻ എന്തെന്ന് പറയാം, നിന്റെ പേരിൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ കുഞ്ഞെ നിനക്ക് പ്രതികൂലമുണ്ട്, നിനക്ക് കഷ്ടതയുണ്ട്. ഈ വാഗ്ദത്തത്തിലേക്ക് എങ്ങനെ ഞാൻ മുന്നേറും? നിന്റെ വാഗ്ദത്തം നിന്റെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് കളയത്തക്ക നിലവാരത്തിൽ സംഭവിക്കാം. പക്ഷെ അതിനുവേണ്ടി നീ കാത്തിരിക്കാൻ തയ്യാറെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു നല്ല ദൈവം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നടത്തുന്ന ഒരു നല്ല ദൈവം, ആ നല്ല ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ഞാൻ നിങ്ങളും പിന്തുടരുന്നത്. അദ്ദേഹം നമ്മുടെ ആഗ്രഹം നടത്തുവാൻ ശക്തനാ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് പറ. ദൈവം
ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അധികാരികൾ ഇപ്പൊ പലരും UK, കാനഡയ്ക്ക്, അമേരിക്കയ്ക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ട്രംപ് വിസ നിഷേധിച്ചേക്കുക, ഗ്രീൻ കാർഡ് പ്രോസസ് നിർത്തി വെച്ചേക്കുക. പക്ഷെ ഞാൻ പറയാം, നിനക്ക് നിന്റെ മേൽ അങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് പോകുന്നോ UK പോകുന്നു തോന്നുന്നു പറയുന്ന ആളല്ല, പക്ഷെ ഈ വിധത്തിൽ ഞാൻ പറയാം, നിന്റെ മേൽ അങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിരോധിച്ച ട്രംപ് തന്നെ ഉത്തരവ് പിൻവലിച്ച നിനക്ക് അവിടെ വിസ തരുന്നുള്ള ക്രമീകരണം ദൈവം ചെയ്യും. ഒരു വാഗ്ദത്തമുള്ളവന്റെ വിളിയാ. അതിന് കോവിഡ് ഒന്നും തടസ്സമല്ല കുഞ്ഞെ, ഒന്നും നിനക്ക് തടസ്സമല്ല. വാഗ്ദത്തമുള്ളവരിൽ ഒന്നും തടസ്സമായി നിൽക്കത്തില്ല. വേഗത്തിൽ മുമ്പോട്ട് വരട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നൽകുന്നത്. സങ്കീർത്തന പുസ്തകം എടുത്താട്ടെ, അതിന് 21-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചു. സങ്കീർത്തനം 21:2. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. അവ സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹം നൽകുന്നതിന്റെ പിന്നിൽ എന്തുണ്ട്? അധരങ്ങളുടെ യാചന. ഹൃദയം നുറങ്ങി നീ ദൈവസന്നിധിയിലുള്ള നിന്റെ യാചന നിഷേധിക്കുകയില്ല. പിന്നെയോ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ നിന്റെ അധരങ്ങളുടെ യാചന നിഷേധിക്കാത്ത ഒരു നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാവീദ് സങ്കീർത്തനത്തിൽ കൂടെ പറയുക, ദാവീദ് അപേക്ഷിച്ച ദൈവം നൽകി. ഹന്ന, എനിക്ക് അതൊന്നും പറയാൻ താല്പര്യമുണ്ട്. ഹന്നയുടെ ഹൃദയത്തിലെ ആഗ്രഹം പറഞ്ഞു. ഞാനിങ്ങനെ പറയാറുണ്ട്, ഭർത്താവ് തന്നെ ഒന്ന് പ്രസാദിക്കാൻ വേണ്ടി, ഭർത്താവ് തന്നെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി താൻ പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ തരണം. നടന്നില്ല. എന്റെ നിന്നയൊന്ന് മാറാൻ എനിക്കൊരു കുഞ്ഞിനെ വേണം, അതില്ല. ചൊടികളോട് പ്രാർത്ഥിച്ച എങ്ങനെയാ? നീ എനിക്കൊരു പുരുഷ പ്രജയെ തരുന്നെങ്കിൽ അത് എന്നേക്കും നിനക്കുള്ളതായിരിക്കും. തന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞ ദൈവത്തിങ്കൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഹന്നയുടെ യാചനയ്ക്ക് മറുപടിയായി. അവിടെ വായിച്ച വാക്യം എന്നാ? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അടുത്തത് സ്തോത്രം. ഹന്നയുടെ ഹൃദയത്തിലെ ആഗ്രഹത്തിന് മറുപടി നൽകി, അവളുടെ അധരങ്ങളുടെ യാചന. സ്തോത്രം. ഹന്നയുടെ ഹൃദയത്തിലെ പോലെ അധരത്തിന്റെ യാചന നിഷേധിക്കാത്ത ദൈവം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പലർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയും. ഹൃദയത്തിൽ ആഗ്രഹം വെച്ച് അധരത്തിലൂടെ പ്രാർത്ഥിച്ച പലതിനും മറുപടി അയച്ചൊരു നല്ല ദൈവം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവൻ അധരങ്ങളുടെ യാചന നൽകി ഹൃദയത്തിന്റെ യാചന നിഷേധിക്കാത്ത നല്ല ദൈവം ഇന്നും പകലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹങ്ങളെ മാനിച്ച് നിന്റെ അധരങ്ങളുടെ യാചന കേട്ട് നിന്റെ വിഷയത്തിന് മറുപടി അയക്കുന്ന പകൽക്കാലമായി തീരാൻ പോകുകയാണ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? 21:2. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാതന. ഇന്ന് പകൽക്കാലം നിന്റെ യാതന നിഷേധിക്കാത്ത, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നൽകുന്ന ആ നല്ല ദൈവത്തിന്റെ കയ്യിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ തലമുറകളുടെ ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തീർന്നില്ല. നമ്മുടെ വ്യക്തിപരമായ മുന്നേറ്റങ്ങൾ, നമ്മുടെ ബിസിനസ് പരമായ മുന്നേറ്റങ്ങൾ, അതിനുപരി ആത്മീകമായ നമ്മുടെ മുന്നേറ്റങ്ങളെ ഇന്ന് ദൈവങ്ങളെ ഏൽപ്പിക്കാം. അതിനെ അധരങ്ങളുടെ യാതനകളോട് നാം സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകുന്ന നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 38:9 വായിച്ചാട്ടെ. 38:9. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു, എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ഇനി ചില കാര്യങ്ങളുണ്ടാകും, ശ്രദ്ധിച്ചേ. എന്റെ ആഗ്രഹം മുഴുവൻ കർത്താവിന്റെ മുമ്പിലാണ്. അടുത്ത പദം എന്റെ ഞരക്കം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയാതെ, സംസാരിപ്പാൻ കഴിയാതെ, നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ, ഭാരത്താൽ, വേദനയാൽ, ദുഃഖത്താൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഞരക്കം വരുന്നു. സാധാരണ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, പക്ഷെ പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതെ, ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയാതെ, എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ പലപ്പോഴും ഹൃദയത്തിൽ ഞരങ്ങി ദീർഘനിശ്വാസപ്പെടുന്ന വിഷയം കഥാ പറയുക, വചനത്തോട് പറയുക, ആ വിഷയം ദൈവത്തിന്റെ മുമ്പിലുണ്ട്. ആ വാക്യം ഒന്നും വായിച്ച്. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിലിരിക്കുന്നു, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നു. അപ്പൊ നീ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയം, നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം,
ആരുടെ മുമ്പിലുണ്ട്? കർത്താവിന്റെ മുമ്പിലുണ്ട്. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ഞരങ്ങുന്ന ചില വിഷയങ്ങളില്ലേ? നാളുകളായി പ്രാർത്ഥിച്ചത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളില്ലേ? ഇന്ന് അവൻ നിന്നോടായി ദൂത് പറയുന്നത് ആ വിഷയം എന്റെ മുമ്പിലുണ്ട്, ആ വിഷയത്തിന് ദൈവത്തിന്റെ മുമ്പിലുണ്ട്. നീ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതെ വിങ്ങിക്കൊണ്ടിരിക്കുന്ന, തേങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ കർത്താവിന്റെ മുമ്പിലുണ്ട്. ഒന്നുള്ള വാക്യം വായിക്കാം. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിലിരിക്കുന്നു. എന്റെ ആഗ്രഹമൊക്കെയും ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കപ്പെട്ട സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയുടെ നാമത്തെ സ്തോത്രം. രഥങ്ങളിലും കുതിരകളിലും എന്ന് പറഞ്ഞാൽ മാനുഷിക അധികാരങ്ങളിലും മാനുഷിക പ്രഭുക്കന്മാരിലും ഒക്കെ നമ്മൾ ആശ്രയം വെച്ച് ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹം തകർന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം ഭക്തൻ പറയുക, യഹോവേ, എന്റെ ആഗ്രഹം മുഴുവൻ എവിടെയുണ്ട്? നിന്റെ മുമ്പിലുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ എന്റെ ആഗ്രഹം വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്? ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പപ്പയോട് അമ്മയോട് പറഞ്ഞേക്കാം, അപ്പനും അമ്മയും തങ്ങളുടെ ആഗ്രഹങ്ങൾ തങ്ങളെക്കാൾ വലിയ ആൾക്കാരോട് പറഞ്ഞേക്കാം. പക്ഷേ ഭക്തൻ പറയുന്ന കാര്യമുണ്ട്, എന്റെ ആഗ്രഹം മുഴുവൻ എവിടെയാ? നിന്റെ മുമ്പിൽ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, അവൻ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹം മാറ്റി വെച്ചിട്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ച് എന്നിട്ട് പറ, കർത്താവ്, എന്റെ ആഗ്രഹം മുഴുവൻ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം, തലമുറയെ പറ്റിയുള്ള ആഗ്രഹം, വിനശത്തെ പറ്റിയുള്ള ആഗ്രഹം, ജോലിയെ പറ്റിയുള്ള ആഗ്രഹം, ഭവനത്തെ പറ്റിയുള്ള ആഗ്രഹം, ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നതിനാണ് അതിനെ പറ്റിയുള്ള ആഗ്രഹം എന്ന് പറ, കർത്താവ്, എന്റെ ആ വിഷയത്തിലുള്ള ആഗ്രഹം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. എനിക്ക് ഒരുപക്ഷെ ഉറക്കെ പ്രാർത്ഥിപ്പാൻ കഴിയാതെ ഞാൻ പറഞ്ഞു, ഞരങ്ങുക കർത്താവേ, ഞാൻ ഞരങ്ങുമ്പോഴും എന്റെ ആ ആഗ്രഹം നിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 145 സങ്കീർത്തനം 19-ാമത്തെ വാക്യം. Psalms 145 verses 19. 145 സങ്കീർത്തനം 19-ാമത്തെ വാക്യം. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ശ്രദ്ധിച്ചേ, ഞാൻ വാക്കുകൾ വിരാമം കുറിക്കാൻ അരമണിക്കൂർ വേണ്ടിയിലായല്ലോ. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. വായിച്ച എന്റെ ആഗ്രഹം മുഴുവൻ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അടുത്ത വാക്യം, ആ ആഗ്രഹത്തെ സാധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം, നിന്റെ ആഗ്രഹത്തെ നടത്തി തരുന്ന ദൈവം. നമ്മൾ ഒരു വാക്യം മറന്നു പോകരുത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് ഒരു അനുഗ്രഹ വാക്കായിട്ട് പറയുക, നിന്റെ ഹൃദയ ആഗ്രഹം നൽകട്ടെ. ഇവിടെ വായിച്ചു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം. വാക്യം ഇങ്ങനെയാ, തന്റെ ഭക്തന്മാരുടെ എല്ലാവരുടെ ആഗ്രഹമല്ല, ആണോ? അല്ല, ഭക്തന്മാരുടെ. കാരണം ഭക്തന്മാർക്ക് ആഗ്രഹിക്കാനും ഭക്തന്മാർക്ക് ആശ്രയം വെക്കാനും വേറൊരു സ്ഥലവുമില്ല, അത് ദൈവസന്നിധി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സംഗീതക്കാരൻ പറഞ്ഞ എന്റെ ആഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു? നിന്റെ മുമ്പിലിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവ മുമ്പിൽ ആഗ്രഹം വെച്ചിട്ടുള്ള, ദൈവ മുമ്പിൽ വിഷയം വെച്ചിട്ടുള്ള, ദൈവ മുമ്പിൽ ആശ്രയം വെച്ചിട്ടുള്ള ദൈവ പൈതലിനോടാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. നിന്റെ ആഗ്രഹം അവൻ സാധിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. നിന്റെ ആഗ്രഹം അവൻ സാധിപ്പിക്കാൻ പോകുകയാണ്. നിന്റെ വിഷയത്തിന്മേൽ അവൻ മറുപടി അയക്കാൻ പോകുകയാണ്. ഇത് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന, ആഗ്രഹം സാധിപ്പിക്കുക മാത്രമല്ല, ഭക്തൻ പറയുക, എന്റെ ആഗ്രഹം മുഴുവൻ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ വെച്ച നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഏതായിരുന്നല്ലോ നമ്മുടെ വിഷയം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് ദിവസം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഉത്തമഗീതം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം കൊണ്ട് വായിക്കാം. ഉത്തമഗീതം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയ വരിക. മതി. അവന്റെ ആഗ്രഹം. ഇന്ന് മുതൽ ചിന്തിച്ചേ, ഞാൻ ആരാണെന്നുള്ള ബോധ്യവും എന്റെ പ്രിയൻ ആരെന്നുള്ള ബോധ്യവും ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, ഞാൻ ആർക്കുള്ളതാന്നുള്ള ചിന്ത. ഇതാണല്ലോ ഞാൻ ആദ്യം വായിച്ചത്. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. ഉൽപ്പത്തിയിൽ അവയോട് പറഞ്ഞു. ഇവിടെ പറയാ, ഞാൻ ആർക്കുള്ളതാ? എന്റെ പ്രിയനുള്ളതാ. അടുത്തത്, അവന്റെ ആഗ്രഹം എന്നോടാകും. അവന്റെ ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ പ്രിയരെ? ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? എന്റെ പ്രിയൻ 10,000-ൽ സുന്ദരനാണ്. അവന്റെ ആഗ്രഹം എന്നോടാ. കാരണം അവൻ രക്തം തന്ന എന്നെ വിലയ്ക്ക് വാങ്ങിയത്.
അവന്റെ അവസാനത്തിൽ എനിക്ക് വേണ്ടി ഊട്ടിത്തന്നതാ. സ്വന്തം ജീവൻ മറുപടിയായി തന്ന അവൻ എന്നെ വീണ്ടെടുത്തത്. അതുകൊണ്ട് ആ പ്രിയൻ എനിക്കുള്ളതാ, അവനുള്ളതാ ഞാൻ. പാട്ടിങ്ങനെ പാടുന്നുണ്ട്. ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കൂടിക്കാൺമാൻ വാഞ്ചായേറും നീ, കൂടിക്കാൺമാൻ വാഞ്ചായേറും നീ. കാന്തനെ കാണുവാൻ ആർത്തി വളരും നീ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരും നീ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ദൈവത്തിൽ നിന്റെ ഉള്ളിൽ ചിന്ത ഉണ്ടായിരിക്കണം, ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ. അടുത്ത ചിന്ത, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. തീർന്നില്ല. അവന്റെ ആഗ്രഹം മറ്റാരോടുമല്ല, എന്നോടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത്. എന്താ കാരണം? പ്രിയൻ എന്നോടുള്ള ആഗ്രഹം കൊണ്ടാ. ഞാൻ അവന്റെ അടുത്തിരിക്കണമെന്ന് അവന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് വാർത്ത നിന്നിട്ട് പോയത്. അവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുവാൻ അവൻ വീണ്ടും വരാൻ സമയമെടുത്തിരിക്കുന്നു. ലോകസംഭവങ്ങൾ, ലോകരാജ്യങ്ങൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് മുഖക്കാല ദൈവവേദനയെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, എന്താ ആഗ്രഹം? അത്യന്തികമായ നമ്മുടെ ആഗ്രഹം നിത്യതയായിരിക്കട്ടെ. അത്യന്തമായി നമ്മുടെ ആഗ്രഹം ദൈവകൃപകൾ നിലനിൽക്കുന്നതായിരിക്കട്ടെ. നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയാറുണ്ട്, അവൻ എൻ്റെ എന്താ പറയാറുള്ളത്, അവൻ എൻ്റെ മരണമോ എൻ്റെ പ്രിയന്റെ വരവോ ഏതൊന്നും അറിയുന്നില്ല, അതുവരെ ജീവിപ്പാൻ. യെസ്, കർത്താവിന്റെ വരവോ നമ്മുടെ അവസരം അറിയുന്നില്ല, അതുവരെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ വേർപാടോടെ നിന്ന് ആ പ്രിയന്റെ അടുക്കൽ കടന്നു പോകാൻ ആഗ്രഹം ഇന്ന് പകരം എത്ര പേർക്കുണ്ട്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നിവർത്തിക്കട്ടെ. എന്താ നിന്റെ ആഗ്രഹം? ഇന്ന് പകൽക്കാലം വലിയ മാളിക പണിയുന്നതാണോ? തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകുന്നതാണോ? വലിയ വാഹനങ്ങൾ മേടിക്കുന്നതാണോ? മിനിസ്റ്ററിന്റെ ഉദ്യോഗം? ഇതൊക്കെ നല്ല ആത്യന്തികമായ നിന്റെ ആഗ്രഹം. അവൻ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദത്തമോ നിത്യജീവൻ തന്നെ. ആ നിത്യജീവൻ, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഇന്ന് മകൾ എത്ര പേർക്കുണ്ടാകും? നമ്മുടെ ഹൃദയത്തിൽ നല്ല അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി, ഞാൻ ഒരു സൂത്രവാക്യം പോലെ, ഒരു ഫോർമുല പോലെ പറയാം. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് ആത്യന്തികമായി നിനക്കുള്ളതെങ്കിൽ അവിടം വരെ നിന്നെ എത്തിക്കാൻ വേണ്ടുന്നതൊക്കെ സ്വർഗത്തിൽ നിറപടിയായി നൽകി തരും. നമുക്ക് പറ്റുന്ന കുഴപ്പം, നിത്യത എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് നാം വിട്ടുമാറിയിട്ട് പലതിൻ്റെയും പുറകെ നാം മാറുമ്പോൾ, അതിൻ്റെ പുറകെ നമ്മുടെ ആഗ്രഹങ്ങൾ മാറുമ്പോൾ നിത്യതയിൽ നിന്ന് നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുകയാണ്. ആ ലക്ഷ്യത്തെ തെറ്റിക്കുന്നത് എന്തോ അതാ പാപം. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറ്റുന്നത് എന്തു പാപമാണ്? ചിന്തയായിരിക്കാം, പ്രവൃത്തിയായിരിക്കാം, കൂട്ടായിരിക്കാം, അതൊക്കെ പാപമാണ്. ലക്ഷ്യം എന്താ? ലക്ഷ്യം അതാണ്, എന്റെ ആശയം അതാണ്, എൻ പ്രേമകാന്തനെ ഞാൻ എന്നു കാണുമ്പോ അതാണ് നമ്മുടെ ലക്ഷ്യം. എന്റെ പ്രിയനെ ഞാൻ കാണുന്നത് എന്റെ ലക്ഷ്യം, എന്റെ പ്രിയന്റെ അടുക്കൽ ഞാൻ എത്തുന്നത് എന്റെ ലക്ഷ്യം. അത് ആ ലക്ഷ്യത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളഞ്ഞ എന്തോ അതെല്ലാം പാപമാ. അപ്പൊ അത്യന്തം ആഗ്രഹം എന്തായിരിക്കണം? എന്റെ പ്രിയനെ കാണുന്നത്, എന്റെ പ്രിയന്റെ അടുക്കൽ ചെല്ലുന്നത്. അവൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. ഈ ഒരു ചിന്തന്റെ പകൽക്കാണ് നമ്മളെ ഭരിക്കുന്ന പ്രിയരെ. അവിടെ വരെ നിന്നെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടുന്നത് മുഴുവൻ ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ വിളിച്ചത്. അമ്മയുടെ വയറ്റിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെ കണ്ട ദൈവം, നിന്നെ ഓമന പേർത്തന്നെ വിളിച്ച ദൈവം, ഇവിടുത്തെ യാത്ര തീർത്ത് നിത്യതയിൽ നീ എത്തുന്നത് വരെ ഉള്ളത് മുഴുവൻ നിനക്ക് നൽകി കരുതി വെച്ചിട്ടാണ് അവൻ നിന്നെ ഈ യാത്രയിലേക്ക് വിളിച്ചത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കണ്ടാലും ലോകാവസ്ഥ എല്ലാ നാളും ഞാൻ നിങ്ങളോട്, അവൻ കൂടെ ഉണ്ട്. പ്രിയരെ, നിന്റെ ആഗ്രഹം അറിയാം, നിന്റെ ആവശ്യം അറിയാം, നിന്റെ ഇഷ്ടം അറിയാം. നിത്യത വരെ നിന്നെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടത് കരുതി വെച്ച് നല്ല ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാണ് നിങ്ങളുടെ സകല ചിന്താപോലും എന്റെ മേൽ. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം മുഴുവൻ ദൈവത്തിനറിയാം. എന്ത് മകൻ ഞാൻ പറയുന്നു, ആത്യന്തികമായി നമ്മുടെ ഒറ്റ ലക്ഷ്യം നിത്യതയായിരിക്കണം. ആ ഒരു ആഗ്രഹം വെച്ചാൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ അതുവരെ നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടുന്നതെല്ലാം നിറപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിന്റെ ജീവിതത്തിൽ നൽകി തരും. നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, നിന്റെ മിനിസ്റ്ററുടെ വിഷയം,
സഭയുടെ വിഷയം, ഭവനത്തിന്റെ വിഷയം, അതെല്ലാം ആ ദിവസം വരെ നിന്നെ കാക്കുവാൻ ശക്തൻ. പൗലോസ് പറയുന്നതാ, ആ ദിവസം വരെ എന്നെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഇത് പകൽക്കാലം ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരട്ടെ. സ്തോത്രം. എന്നെ വിളിച്ചോ വിശ്വസ്തന. ആ ആഗ്രഹം നിത്യത വരെ എത്തിക്കണം. എത്ര മുതൽ എൻ്റെ ആഗ്രഹം, എൻ്റെ കർത്താവെ, നമ്മൾ പലരും പറയാറില്ലേ, എൻ്റെ കർത്താവെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ലോകം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും കർത്താവ് ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. എത്ര പേർക്കുണ്ട് ആ ചിന്ത? നമുക്ക് ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. എങ്ങനെയെങ്കിലും വല്ല വിധേയനി എങ്ങനെയെങ്കിലും എനിക്കൊരു കർത്താവിൻ്റെ അടുക്കൽ ഒന്ന് എത്തിയാൽ മതി, എനിക്കൊരു കർത്താവിൻ്റെ അടുക്കൽ എത്തിയാൽ മതി. ആ ആഗ്രഹമാണ് നമ്മുടെ അകത്തുള്ളതെങ്കിൽ അതുവരെ നീ വീണു പോകാതെ, താണു പോകാതെ, തളർന്നു പോകാതെ അവൻ നിന്നെ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിലാണ് നീ ആയിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം അതായിരിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, കണ്ണുകളടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കാം. എന്റെ ആഗ്രഹം നിവർത്തിക്കുന്ന ദൈവം, അതാണ് നമ്മൾ നമുക്ക് ചിന്തിച്ചത്. നമ്മുടെ നല്ല ആഗ്രഹത്തെ നിവർത്തിക്കുന്ന ദൈവം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ? എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ അത്യന്തികമായ നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിന്റെ കൂടെ വാഴുന്ന, കൂടെ ഇരിക്കുന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? അതുവരെ നമ്മൾ എത്തിക്കുവാൻ അവൻ ശക്തരാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കേൾക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ചാട്ടെ, സമർപ്പിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് മാത്രം, എൻ്റെ ആഗ്രഹം അങ്ങയുടെ അടുക്കൽ എത്തണം. അങ്ങയുടെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്, അങ്ങയുടെ വരവിൽ ഞാൻ തള്ളപ്പെട്ടു പോകരുത്. എന്നെ അങ്ങയുടെ അടുക്കൽ എത്തുവാൻ അത് മാത്രം എൻ്റെ ആഗ്രഹം, അത് മാത്രം എൻ്റെ ആഗ്രഹം. എൻ്റെ നാഥന്റെ അടുക്കൽ എനിക്ക് എത്തണം. അതിനുവേണ്ടി അങ്ങനെ ഒരുക്കണമേ. അതുവരെ എത്തുന്നതിന് വേണ്ടുന്ന എല്ലാ നന്മകളും എൻ്റെ ആഗ്രഹം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കർത്താവേ. ഞാനിങ്ങനെ പറയാം, നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ കർത്താവിന്റെ മുമ്പിലുണ്ട്. വേണ്ടുന്നത് തക്ക സമയത്ത് അവൻ നൽകി തന്ന നമ്മുടെ ആഗ്രഹം നിവർത്തിപ്പാൻ നമ്മുടെ ദൈവശക്തനാണ്. വേണ്ടത് മുഴുവൻ അവൻ നൽകി തന്ന നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. നിന്റെ ആഗ്രഹം എന്തായാലും നൽകി തരും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കും. നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? നിത്യതായി മാത്രമായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. ആയതിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ഞായറാഴ്ചയുടെ പകലിനായി സ്തോത്രം. ഞങ്ങൾ അല്പസമയം ദൈവം ചിന്തിപ്പാൻ കഴിഞ്ഞല്ലോ. ഞങ്ങൾ കേട്ടത് അങ്ങ് ഞങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുക ദൈവമാണ്. കർത്താവേ, ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാൾ ഞങ്ങളുടെ ആഗ്രഹം ഒന്നാണ്. എന്തോ കർത്താവേ, അങ്ങയുടെ അടുക്കൽ ഞങ്ങളെ എത്തുന്നത്. ഞങ്ങൾ കൈവിടപ്പെട്ടു പോകാതെ, ഞങ്ങൾ തള്ളപ്പെട്ടു പോകാതെ ഞങ്ങൾ അങ്ങയുടെ സന്നിധി എത്തുന്നതാണ് കർത്താവേ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങൊരിക്കൽ ഭവനത്തിൽ ഞങ്ങൾ എത്തുന്നതാണ് കർത്താവ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. ആ ദിവസം വരെ ഞങ്ങളെ കാക്കുവാൻ അങ്ങ് ശക്തനാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കും, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജനത്തിലെ ആത്മാവിലെ എല്ലാ കൽമഷങ്ങളും നീക്കി അതിനായി ഞങ്ങൾ ഒരുക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. വിശുദ്ധിയോടെ, വേർപാടോടെ കർത്താവ് അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണം. അതുപോലെ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകി തന്നു ഞങ്ങളെ നടത്തുവാൻ അങ്ങ് ശക്തനായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ തലമുറകളുടെ വിവാഹം, ഞങ്ങളുടെ തലമുറകളുടെ ആവശ്യം, ഞങ്ങളുടെ തലമുറയുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ഭവനത്തിന്റെ ഭവനം, ഞങ്ങളുടെ ഭവനത്തിന്റെ സകല വഴികളും അങ്ങ് അറിയുന്നല്ലോ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നല്ലോ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നല്ലോ, ഞങ്ങളുടെ ജോലി അറിയുന്നല്ലോ, ഞങ്ങളുടെ സാമ്പത്തിക നീഡ്സ് ദൈവം അറിയുന്നല്ലോ. അതെല്ലാം അങ്ങ് നൽകി തരാൻ ശക്തനായിരിക്കാൻ സ്തോത്രം. നിത്യത്തിലെത്തുവോളം ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ കരുതി, ഞങ്ങളെ എത്തിപ്പാൻ നല്ല ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങൾ കേട്ടനായ സ്തോത്രം. നമുക്ക് കേട്ട എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ചിറകിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഒന്നടങ്കം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഭരണകർത്താക്കളെ, ഞങ്ങളുടെ സഭാ നേതൃത്വങ്ങളെ, കർത്താവ് വിശേഷാൽ ഈ കോവിഡിന്റെ കാലത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസേഴ്സിനെ, എല്ലാ അധികാരികളെ, എല്ലാ ശുശ്രൂഷകരെ, അവർ എല്ലാ സ്വമേധാ പ്രവർത്തകരെ എല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും കഷ്ടത്തിലോ ഭാരത്തിലോ രോഗത്തിലോ നെടുവീർപ്പിലോ മറ്റുള്ളവരായിരിക്കുന്നെങ്കിൽ അവരെ നീ ഓർക്കേണ്ടതായി പ്രാർത്ഥിക്കും. സകലവും പ്രതികൂലമാകും അനുകൂലമായി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന വലിയ ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതായ സ്തോത്രം. അവിടെ നമുക്ക് വേറെ ചെറുതെ ഞങ്ങളെ മറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടനായ നന്ദി. സകല പുത്രമുഖാന്തരം അപേക്ഷിക്കുമ്പോൾ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.